ഒറ്റ കാര്യം മാത്രം ഞാൻ പറയാം. കൊച്ചി പഴയ കൊച്ചിയല്ല, പക്ഷേ ബിലാല് പഴയ ബിലാല് തന്നെയാണ്. പിടികിട്ടിയില്ല. കൊച്ചി പഴയ കൊച്ചിയല്ല, പക്ഷെ ബിലാല് പഴയ ബിലാല് തന്നെയാണ്. ഇങ്ങനെ ഭയപ്പെടേണ്ട കാര്യം എന്താ? ഞാൻ വരുന്നു എന്ന് കേൾക്കുമ്പോഴേക്ക് എന്തിനാ ഈ ഇടയിളക്കം വരുന്നത്? എന്താ ഇതിന്റെ കാര്യമുള്ളത്? ഞാനൊരു ചെറിയ മനുഷ്യനല്ലപ്പാ. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഇന്നും വരാൻ പോകുന്ന നാളുകളിലും എന്റെ സജീവമായ സാന്നിധ്യം മണ്ണാർക്കാടിന്റെ സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിൽ ഉണ്ടാകും. ഒരു സംശയവും വേണ്ട. ഉണ്ടാവണം. പ്രിയമുള്ളവരെ, ഇന്നൽപ്പം രാഷ്ട്രീയ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. 2 ദിവസമായിക്കൊണ്ട് മണ്ണാർക്കാട് നടക്കുന്ന രസകരമായ ചില സംഭവങ്ങൾ. CPM നേതാവും CITU സംസ്ഥാന വൈസ് പ്രസിഡന്റും അതുപോലെ KTDC ചെയർമാനുമായ PK ശശി, അദ്ദേഹം മുൻ ഷൊർണൂർ MLA-യുമാണ്. മണ്ണാർക്കാട് കുലുക്കിലിയാട് 1957 ജനിച്ച PKS സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ SFIയിലൂടെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരികയും CPIM-ന്റെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗമായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് മണ്ണാർക്കാട് നഗരസഭ 2 ദിവസം മുമ്പ് ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട ആയുർവേദ ഡിസ്പെൻസറി, പ്രസ്തുത ഉദ്ഘാടനത്തിലേക്ക് സഖാവ് PK ശശിയെ ക്ഷണിച്ചുകൊണ്ടാണ് മണ്ണാർക്കാട് ചലനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഈ അടുത്ത കാലം വരെയും മണ്ണാർക്കാട്ടുകാർക്ക് സുപരിചിതനായ PK ശശി എന്ന സഖാവിനെതിരായിക്കൊണ്ട് പല കോണുകളിൽ നിന്ന് അവരുടെ പാർട്ടി തലത്തിൽ തന്നെ പലതരത്തിലുള്ള എതിർശബ്ദങ്ങളും ഉയർന്നിരുന്നു. അതുപോലെ തന്നെ PK ശശി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് മണ്ണാർക്കാട് പ്രോഗ്രാമുകളിലേക്ക് പങ്കെടുക്കാതെയോ പങ്കെടുപ്പിക്കാതെയോ പോയിരുന്ന ഒരു സാഹചര്യത്തിലാണ് UDF ഭരിക്കുന്ന മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയുടെ മുക്കണ്ണത്ത് ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട ആയുർവേദ ഡിസ്പെൻസറിയുടെ ഉദ്ഘാടനത്തിലേക്ക് PK ശശിയെ ക്ഷണിക്കുന്നത്. ആയുർവേദ ഡിസ്പെൻസറിയുടെ ഉദ്ഘാടനം PK കുഞ്ഞാലിക്കുട്ടിയായിരുന്നു. അവിടെ പാലക്കാടിൻ്റെ പ്രിയങ്കരനായ MP VK ശ്രീകണ്ഠനും സന്നിധനായിരുന്നു. ഇതിനിടയ്ക്ക് പറഞ്ഞ 1-2 കാര്യങ്ങൾ, ഇപ്പോൾ ഇവിടെ പറഞ്ഞ മണ്ണാർക്കാട് പഴയ മണ്ണാർക്കാടല്ല, പക്ഷേ ബിലാൽ പഴയ ബിലാൽ തന്നെ എന്ന ആ ഒരു ദ്വയാർത്ഥം വരുന്നൊരു കാര്യം, അദ്ദേഹം അതിന് പിന്നീട് ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. ഇന്നലെ അദ്ദേഹം പറഞ്ഞത്, കാറിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ മമ്മൂട്ടിയുടെ ഒരു സിനിമ ബിഗ് ബി എന്ന സിനിമ കണ്ടുകൊണ്ട് വരികയായിരുന്നു, അതിൽ ഡയലോഗാണ് അവിടെ പറഞ്ഞത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ എതിർഭാഗത്ത് നിലകൊള്ളുന്ന ചില ആളുകൾ പാർട്ടിക്കെതിരെ അദ്ദേഹം സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത്. അതിന് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പ്രസ്താവനയും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ഇന്നലെ വന്നിട്ടുണ്ട്. ആ പ്രസ്താവന വായിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ എങ്ങനെയാണ് UDF അവിടെ മണ്ണാർക്കാടിൻ്റെ പ്രിയ MLA N ഷംസുദ്ദീൻ, അതുപോലെ തന്നെ പാലക്കാട് MP VK ശ്രീകണ്ഠൻ പോലെയുള്ള ആളുകൾ, അതുപോലെ തന്നെ മണ്ണാർക്കാട് നഗരസഭ ചെയർമാൻ ഫൈദ ബഷീർ പോലെയുള്ള ആളുകളെ എങ്ങനെയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചു എന്നുള്ള ചെറിയൊരു ഭാഗം കൂടിയും കാണാം. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയും നമുക്ക് കാണുവാനുണ്ട്. വെള്ള ഡ്രസ് ഇട്ട് വന്നിരിക്കുന്നത് നമ്മുടെ PK ശശിയാണ്. അദ്ദേഹത്തിന് മറ്റെല്ലാ ഡ്രസ്സിനേക്കാളും കൂടുതൽ യോജിക്കുക ഇതാണെന്നാണ് എൻ്റെ പക്ഷം. ഈ പക്ഷം എന്ന ആ ഒരു വാക്കിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്നു എന്നുള്ള ഒരു ധ്വനിയാണ്. അത് സംബന്ധമായിക്കൊണ്ട് ഇന്നലെ ഒരു ന്യൂസും കണ്ടിരുന്നു. ഇതാ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂസാണ്. ഇതിന് ശേഷം MLA പറയുന്ന വാക്കുകളും നമുക്കൊന്ന് കേട്ടു നോക്കാം. വെള്ളയും നിങ്ങൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. സാധാരണ വളരെ കടുത്ത കളറ് ഷർട്ട് ഇടുന്ന ആളാണ് PKS. നല്ല കടുത്ത ചുവപ്പ് കളറ്, അതുപോലെ തന്നെ മറ്റെല്ലാ കളറും കേട്ടോ, ഓരോ ചുവപ്പ് മാത്രമല്ല, എല്ലാ കളറും നല്ല ഉദിച്ച കളറാണ്. PKS-നെ ദൂരം തന്നെ ഇങ്ങനെ നോക്കിയാൽ കാണാം. ഇവിടെ ആ പറഞ്ഞതിൽ ഒരു യാഥാർത്ഥ്യമുണ്ട്. PK ശശി എന്ന് പറയുന്ന കുഞ്ഞുനാൾ മുതലേ കാണുന്ന നേതാവാണ് PK ശശി. അദ്ദേഹം കടുത്ത കളർ ഡ്രസ്സാണ്, ഷർട്ടാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. റെഡ് കളറ്, അതുപോലെ തന്നെ ബ്ലൂ കളറ്. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള 2 തവണയും കടുത്ത ഈ 2 കളറിലുള്ള ഷർട്ടുകളാണ് അദ്ദേഹം ധരിക്കുന്നത് കണ്ടത്. അതുപോലെ തന്നെ മറ്റു പല കളറിലുള്ള ഡ്രസ്സുകളും ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും മറ്റുമൊക്കെ നമ്മൾ കാണാറുമുണ്ട്. PK കുഞ്ഞാലിക്കുട്ടിയാണ് ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടതെങ്കിലും അവിടെ താരമായത് PK ശശിയാണ് എന്നുള്ള ആ ഒരു കാര്യം ഈ ഒരു
പ്രസ്താവനകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കുറച്ചുകൂടി നമുക്ക് കാണാം. അത് കഴിഞ്ഞ് ഇന്ന് നടന്ന ചില സംഭവവികാസങ്ങളും കൂടി കാണിക്കാനുണ്ട്. വേദി കാണുമ്പോ ഒരുപാട് പേർക്ക് നല്ല സന്തോഷമുണ്ട്. എല്ലാവരും വെള്ള ഡ്രസ്സ് ആയതുകൊണ്ടല്ല. കുഞ്ഞാലിക്കുട്ടി സാഹിബ് മിക്കവാറും പ്യുവർ വൈറ്റ് ആണ് കൂടുതൽ ഉപയോഗിക്കുക. എനിക്കും വെള്ളയാണ് ഇഷ്ടം. ഷംസുദ്ദീനും ഏറെക്കുറെ വെള്ളയാണ്, ചെറിയൊരു വരയൊക്കെ ഇട്ടിട്ട് ചെറുപ്പല്ലേ. അത് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വെള്ള ഡ്രസ് ഇട്ട് വന്നിരിക്കുന്നത് നമ്മുടെ PK ശശിയാണ്. അദ്ദേഹത്തിന് മറ്റെല്ലാ ഡ്രസ്സിനേക്കാളും കൂടുതൽ യോജിക്കുക ഇതാണെന്നാണ് എന്റെ പക്ഷം. ആ പറഞ്ഞതിലുള്ള ആ ഒരു ധ്വനിയാണ് ഈ ഖദറിലേക്ക് നിങ്ങൾ വരൂ എന്നുള്ളതാണ്. ഇതിൻ്റെ ബാക്കിയും പറയുന്നുണ്ട്. എന്നാൽ ഇതിനെതിരായിക്കൊണ്ട് മറ്റു പല കോണുകളിൽ നിന്ന് PK ശശി എന്ന് പറയുന്ന സഖാവ്, മണ്ണാർക്കാടിൻ്റെ സ്പന്ദനം തൊട്ടറിഞ്ഞ PKS, മണ്ണാർക്കാട് വെച്ചുകൊണ്ട് പാർട്ടിക്ക് വിരുദ്ധമായിക്കൊണ്ട് സംസാരിച്ചു എന്നൊക്കെ തരത്തിലുള്ള ചില കാര്യങ്ങളാണ് വന്നത്. എന്നാൽ അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കുകളിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയുക, മനസ്സിലാക്കാൻ കഴിയുക. അതിനു മുമ്പ് മണ്ണാർക്കാട് DYFI നേതാവ് പറയുന്ന ചില വാക്കുകൾ നമുക്കൊന്ന് കേട്ടുവരാം. മണ്ണാർക്കാട് പഴയ മണ്ണാർക്കാടല്ല. അത് ഏത് ബിലാല് പറഞ്ഞാലും മണ്ണാർക്കാട് പഴയ മണ്ണാർക്കാടല്ല. ഈ നാട്ടിൽ DYFI എന്ന് പറയുന്ന സംഘടനക്ക് ഈ നാട്ടിൽ നടക്കുന്ന ഏത് അഴിമതിയെയും പ്രതിരോധിക്കാൻ ഒരു പൊന്നു തമ്പുരാന്റെ സഹായവും വേണ്ട. ശ്രീരാജ് തന്നെയാണ് അത് ഉന്നയിച്ചത്. ശ്രീരാജ് തന്നെയാണ് ഇത് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. PK ശശി അവിടെ പറഞ്ഞ വാക്കുകൾ തന്നെ എടുത്തുകൊണ്ടാണ് അദ്ദേഹം ഒരു പൊന്നു തമ്പുരാന്റെ ആവശ്യവും ഇല്ല എന്നൊക്കെ പറയുന്നത്. പക്ഷേ PKSനെ മണ്ണാർക്കാട്ടുകാർക്ക് അങ്ങനെ അങ്ങ് തഴയാൻ കഴിയില്ല, മറക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് 2024-23 സമയത്തൊക്കെ അദ്ദേഹത്തിനെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ശക്തനായി തിരിച്ചു വരുന്ന PKSനെ ചില ആളുകളൊക്കെ ഭയപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമാണ് ഈ ഉള്ളവനുള്ളത്. ഇനി PKS പറയുന്നൊരു പ്രസ്താവന, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ വന്ന ഒരു അദ്ദേഹത്തിൻ്റെ തുറന്നു പറയലും നമുക്ക് കാണാനുണ്ട്. അദ്ദേഹം എന്താണ് ഇന്ന് മണ്ണാർക്കാട് ലൈവിനോട് പറഞ്ഞതെന്ന് നോക്കാം. കാരണം ഞാൻ ഈ സിനിമ യഥാർത്ഥത്തിൽ ഞാൻ സ്ഥിരമായിട്ട് സിനിമ കാണുന്ന ആളല്ല. ഞാൻ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് ഈ അടുത്ത നാളിൽ കണ്ടൊരു സിനിമയാണ് ബിഗ് ബി. അപ്പൊ അത് ഈ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ ഡയലോഗ് എന്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു. ഞാൻ ആ ഡയലോഗ് എന്ന് പറഞ്ഞു എന്നതിൽ കവിഞ്ഞ് വേറെ യാതൊന്നുമില്ല. പാർട്ടി ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി പരിപാടി പങ്കെടുക്കാനായിട്ട് പാർട്ടിയുടെ അനുമതി ഉണ്ട്. അങ്ങനെ ഒരു പ്രത്യേക അനുമതിയുടെ ആവശ്യമേ ഇല്ല. ഞാൻ തുറന്ന് ഞാൻ പറയാൻ ഒരു ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കാൻ, ഒരു പരിപാടിയിൽ ഒരു സർക്കാർ ഒരു ഔദ്യോഗികമായ പരിപാടിയാണ്, ഒരു ഒഫീഷ്യൽ പരിപാടിയിൽ പങ്കെടുക്കാൻ കമ്മ്യൂണിസ്റ്റ് ഒരു പാർട്ടിയുടെ അനുമതിയുടെ ആവശ്യമേ ഇല്ല. അങ്ങനെ CPM ഈ വാക്കുകളെയാണ് ഇവിടെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത്. PKS പാർട്ടിക്കെതിരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ മുന്നോട്ട് വയ്ക്കുന്ന വാദഗതികൾ ഇതാണ്. എന്നാൽ PKS എന്ന് പറയുന്ന CPIMൻ്റെ നേതാവ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇന്നലെ പോസ്റ്റ് ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലാണ് ഈ പ്രസ്താവന വന്നിട്ടുള്ളത്. ചില ദൃശ്യമാധ്യമങ്ങളും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് കുറേ ശത്രുക്കളും CPMനെതിരായാണ് ഞാൻ മണ്ണാർക്കാട് പ്രസംഗിച്ചത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ ഒരു വാക്ക് പോലും എൻ്റെ പാർട്ടിക്കെതിരായോ എൻ്റെ പാർട്ടി നേതാക്കൾക്കെതിരായോ പറഞ്ഞിട്ടില്ല. ആ വേദിയിൽ എൻ്റെ പ്രസംഗം കേട്ടവർക്കറിയാം. മാത്രമല്ല, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് തൊട്ട് മുമ്പ് 24 ന്യൂസ് 24 നടത്തിയ അഭിമുഖത്തിൽ സുവ്യക്തമായി ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ രാഷ്ട്രീയ നിലപാട്. 2 ദിവസം മുമ്പ് തിരുവനന്തപുരം മലയിൽ കീഴ് സംഘടിപ്പിച്ച രാഷ്ട്രീയ പൊതുസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞതാണ് എന്ന്. പിന്നെന്തിനാണ് നിങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചിരുന്നു. അത് നീണ്ടുപോകുന്ന ഒരു പ്രസ്താവനയാണ്, ഒരു തുറന്നു പറയലുകളാണ്. അവിടെ മനസ്സിലാക്കേണ്ടത് PK ശശി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് ഈ ഇടയ്ക്ക് മണ്ണാർക്കാട് സെവൻസ് ഫുട്ബോൾ നടക്കുമ്പോൾ ഫ്ലഡ് ലൈറ്റ് മത്സരമായിരുന്നു. അതിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ജനപിന്തുണ മണ്ണാർക്കാട് തൊട്ടറിഞ്ഞതാണ്. അതിന് തൊട്ടു ദിവസം തന്നെ മണ്ണാർക്കാട് നടന്ന ഒരു നേർച്ച, അമ്പങ്കുന്ന് നേർച്ചയ്ക്ക് അദ്ദേഹം എത്തിയിരുന്നു. അവിടെയും അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെടുന്ന നിരവധി ആളുകളാണ് അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. PKS എന്ന് പറയുന്ന ശക്തനായ നേതാവ്
അവസാനിച്ചിട്ടില്ല, അവസാനിച്ചു എന്ന് കരുതുന്ന ചില ആളുകൾക്ക് മുമ്പിലേക്കാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ ആ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഒരു ഔദ്യോഗിക പ്രോഗ്രാമിൽ അതിൽ പങ്കെടുക്കുക എന്നുള്ളത് ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അദ്ദേഹം വരുന്നു, ഒരു മുൻ MLA ആണ്, എന്ന് CITU സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്, അതോടൊപ്പം KTDC ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. ഇത് ഈ ആയുർവേദ ഡിസ്പെൻസറി 2 കോടിയോളം രൂപ ചിലവഴിച്ചുകൊണ്ട് എണ്ണത്തോണി അടക്കമുള്ള അപ്പോൾ സുഖചികിത്സകളടക്കമുള്ള കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ ഇന്ന് ഈ കാര്യം കാണിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കണ്ടപ്പോൾ ഇത് തുറന്നു പറയണമെന്ന് തോന്നി. PKS എന്ന് പറയുന്ന നേതാവ് തകർന്നിട്ടില്ല, തകർക്കാൻ ആവുകയുമില്ല എന്നുള്ള ആ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ന് ഒരു പ്രത്യേക രാഷ്ട്രീയ നിലപാടുകളില്ലാത്ത ഞാൻ ഒരു സഖാവെന്ന നിലയ്ക്ക് PKSന്റെ പതനം ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും വളരാം, ആരെയും തളർത്താതെ മുന്നേറുക എന്നുള്ള ആ ഒരു കാര്യമാണ് എന്ന അറിയിപ്പോടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്.